Hi dear students, welcome back to 8th standard social science class. We are here discussing the second chapter from social science, that is the river valley civilizations. In this chapter, we already discussed about Indus Valley civilization and Egyptian civilization. And today we are going to discuss about Mesopotamian civilization and Chinese civilization. Okay, so let's start with Mesopotamian civilization. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത് മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ, മെസോപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. The Mesopotamian civilization flourished in the region where the modern Iraq is situated. അതായത് ഇന്നത്തെ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഇറാഖ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണോ, അല്ലെങ്കിൽ ഇന്നത്തെ ഇറാഖ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണോ, ആ ഭാഗത്താണ് ഈ മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തത് അല്ലെങ്കിൽ വളർന്നു വന്നത്. ഓക്കെ, the Mesopotamian civilization flourished in the region where the modern Iraq is situated. Mesopotamia is the land between the rivers Euphrates and Tigris. രണ്ട് റിവേഴ്സിന് ഇടയിലുള്ള സ്ഥലമാണ് ആക്ച്വലി ഏത് മെസോപ്പൊട്ടേമിയ എന്ന് പറയുന്ന സ്ഥലം. സോ മെസോപ്പൊട്ടേമിയ ഇസ് ദ ലാൻഡ് ബിറ്റ്വീൻ ദി റിവേഴ്സ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ശ്രദ്ധിക്കണേ, ഏതൊക്കെയാ റിവേഴ്സ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ഈ രണ്ട് റിവേഴ്സിന് ഇടയിലായിട്ടാണ് മെസോപ്പൊട്ടേമിയ എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് ഉള്ളത്, ആ ഒരു റീജിയൻ വരുന്നത്. ദീസ് റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദി അർമേനിയൻ മൗണ്ടൻസ് ആൻഡ് മെർജ് വിത്ത് പേർഷ്യൻ സീ. ഈ പറയുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് റിവേഴ്സ് എവിടുന്ന ഒറിജിൻ ചെയ്യുന്നത്? ഒറിജിനേറ്റ് ഫ്രം ദി അർമേനിയൻ മൗണ്ടൻസ് ആൻഡ് മെർജ് വിത്ത് പേർഷ്യൻ സീ. അർമേനിയൻ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിലേക്ക് മെർജ് ചെയ്യുന്ന രണ്ട് റിവേഴ്സ് ആണ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ഈ യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിലാണ് മെസോപ്പൊട്ടേമിയ. മെസോപ്പൊട്ടേമിയ is the land between Euphrates and Tigris rivers. The word Mesopotamia means the land between the rivers. ആ മെസോപ്പൊട്ടേമിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഏതാണ്? The word Mesopotamia means the land between the rivers. നദികൾക്കിടയിലുള്ള സ്ഥലം എന്നാണ്, അല്ലെങ്കിൽ നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസോപ്പൊട്ടേമിയ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം. അപ്പോൾ ആ നദികൾ ഏതാണ്? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ ഏത് റിവറാണ് നമ്മൾ ഓർക്കേണ്ടത്? ഇൻഡസ് റിവർ ആണ്. അതേപോലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു റിവർ നൈൽ, നൈൽ നദിയാണ്. മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് രണ്ട് റിവേഴ്സ് ആണ്, ദാറ്റ് ഈസ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് in between the Euphrates and Tigris. Okay, then 4 different civilizations emerged and declined in Mesopotamia. ഈ മെസോപ്പൊട്ടേമിയ എന്ന് പറയുന്ന സ്ഥലത്ത് 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ, 4 ഡിഫറൻ്റ് ആയിട്ടുള്ള സിവിലൈസേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? എമേർജ് ചെയ്യുകയും അതേപോലെ തന്നെ ഡിക്ലൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് വളർന്നു വരികയും നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 4 ഡിഫറെന്റ് സിവിലൈസേഷൻസ് എമേർജ്ഡ് ആൻഡ് ഡിക്ലൈൻഡ് ഇൻ മെസോപ്പൊട്ടേമിയ. ഈ പറയുന്ന മെസോപ്പൊട്ടേമിയയിൽ ആ ഒരു പ്രദേശത്ത് 4 ഡിഫറെന്റ് സിവിലൈസേഷൻസ് എമേർജ് ചെയ്തിട്ടുണ്ട്, വളർന്നു വന്നിട്ടുണ്ട്, ആൻഡ് ഡിക്ലൈൻഡ്, അതേപോലെ തന്നെ നശിച്ചു പോയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 4 ഡിഫറെന്റ് സിവിലൈസേഷൻസ്? ഇവിടെ പറയുന്നു they were Sumerian civilization, Babylonian civilization, Assyrian civilization, Chaldean civilization. ഏതൊക്കെയാണ്? Sumerian, Babylonian, Assyrian, Chaldean. These are the civilizations these are the different civilizations that emerged and declined in Mesopotamia. ആ പ്രദേശത്ത് വളർന്നു വന്ന് പിന്നീട് നശിച്ചു പോയ സിവിലൈസേഷൻസ് ആണ് ഈ പറഞ്ഞതെല്ലാം. ഓക്കെ, then the fertile soil of Mesopotamia helped agricultural progress. മെസോപ്പൊട്ടേമിയയുടെ മണ്ണ് എന്ന് പറയുന്നത് ഹൈലി ഫെർട്ടൈൽ ആയിരുന്നു. കാരണം നമ്മൾ പറഞ്ഞു ലാൻഡ് ബിറ്റ്വീൻ 2 റിവേഴ്സ് ആണ്, 2 നദികൾക്കിടയിലുള്ള പ്രദേശം. അതുകൊണ്ട് തന്നെ ധാരാളം അലൂവിയം ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടാവും. എന്തായാലും ഫെർട്ടിലിറ്റി ഉള്ള സോയിൽ ആയിരിക്കും. സോ ദി ഫെർട്ടൈൽ സോയിൽ ഓഫ് മെസോപ്പൊട്ടേമിയ ഹെൽപ്ഡ് അഗ്രികൾച്ചറൽ പ്രോഗ്രസ്. അപ്പൊ അത് അവരെ എന്തിനെ സഹായിച്ചു? അഗ്രികൾച്ചറൽ പ്രോഗ്രസിനെ സഹായിച്ചു. കാർഷിക രംഗത്ത് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായി. ആൻഡ് ഇറ്റ് ലെഡ് ടു ട്രേഡ് ആൻഡ് ദി കോൺസിക്വന്റ് ഗ്രോത്ത് ഓഫ് സിറ്റീസ്. അപ്പൊ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഉണ്ടായാൽ നമുക്ക് ഉറപ്പാണ് ദാറ്റ് ലെഡ് ടു ദി ട്രേഡ്, അത് കച്ചവടത്തിന് സഹായിക്കും.
അല്ലേ? അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഉണ്ടായാൽ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാവും. സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായാൽ ആ സർപ്ലസ് വന്ന പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കാൻ തുടങ്ങും, അതായത് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ട്രേഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ എന്തും കൂടി അവിടെ വരും, ദി കോൺസിക്വന്റ് ഗ്രോത്ത് ഓഫ് സിറ്റീസ്. സിറ്റീസ് ഒക്കെ എമേർജ് ചെയ്ത് വരാൻ തുടങ്ങും. പുതിയ പുതിയ നഗരങ്ങളും പട്ടണങ്ങളും ട്രേഡ് സെന്റേഴ്സ് ഒക്കെ ഉണ്ടായി വരും. അങ്ങനെ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സിറ്റീസ് ആണ് ഉറൂഖ് ആൻഡ് ലഖാഷ്. 3 സിറ്റീസ് ആണ്. ഉറൂഖ് ആൻഡ് ലഖാഷ് were the major cities in ancient മെസൊപ്പൊട്ടേമിയ. പ്രാചീന മെസൊപ്പൊട്ടേമിയയിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളാണ് ഉറൂഖ് ആൻഡ് ലഖാഷ്. ഓക്കെ. സിറ്റീസ് വർ ഓൾസോ ട്രേഡിംഗ് സെന്റേഴ്സ്. ഈ സിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ അതെന്തും കൂടിയാണ്, ട്രേഡിംഗ് സെന്റേഴ്സ് ആണ്, അഥവാ കച്ചവട കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. വി ഹാവ് ഡിസ്കസ്ഡ് ദി ട്രേഡ് ലിങ്ക്. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. വി ഹാവ് ഡിസ്കസ്ഡ് ദി ട്രേഡ് ലിങ്ക് ബിറ്റ്വീൻ ദി പീപ്പിൾ ഓഫ് മെസൊപ്പൊട്ടേമിയ ആൻഡ് ദി ഇൻഡസ് വാലി. ഇൻഡസ് വാലി അഥവാ ഹാരപ്പൻ പീപ്പിളുമായിട്ട് ഈ മെസൊപ്പൊട്ടേമിയൻ പീപ്പിളിൽ എന്തുണ്ടായിരുന്നു, ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു എന്നൊരു കാര്യം നമ്മൾ നേരത്തെ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിവിടെ ഒന്നുകൂടി കൊടുത്തു. Okay, we have discussed the trade link between the people of Mesopotamia and the Indus Valley. As trade developed, it became essential to record the accounts of the exchanged goods. അതായത് കച്ചവടമൊക്കെ കൂടുതൽ വികസിക്കുമ്പോൾ it became essential to record the accounts of exchanged goods. അതായത് കൊടുത്തതും വാങ്ങിയതും ആയിട്ടുള്ള കുറെ സാധനങ്ങളെ കണക്കുകൾ, നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സാധനങ്ങൾ വിൽക്കുന്നതിൻ്റെയും വാങ്ങുന്നതിൻ്റെയും ഒക്കെ രേഖകൾ സൂക്ഷിക്കേണ്ടി വരും. അങ്ങനെയാണല്ലോ അല്ലെ? ആസ് ട്രേഡ് ഡെവലപ്ഡ്, അതായത് ട്രേഡ് ഒക്കെ മെച്ചപ്പെടുമ്പോൾ ഇറ്റ് ബിക്കെയിം എസെൻഷ്യൽ ടു റെക്കോർഡ് ദി അക്കൗണ്ട്സ് ഓഫ് ദി എക്സ്ചേഞ്ച്ഡ് ഗൂഡ്സ്. കൈമാറ്റം ചെയ്യപ്പെട്ട സാധനങ്ങളുടെയൊക്കെ റെക്കോർഡ് സൂക്ഷിക്കേണ്ട ഒരു ആവശ്യം വന്നു. ആൻഡ് ഇറ്റ് ഈവൻച്വലി ലെഡ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ്. അതെന്തിന് കാരണമായി? ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് അവർക്കിടയിൽ ഫോം ചെയ്യപ്പെടാൻ കാരണമായി. ഒരു എഴുത്തുവിദ്യ അവർക്കിടയിൽ വളർന്നു വരാൻ കാരണമായി. ലൈക്ക് ദി ഈജിപ്ഷ്യൻസ്. നമ്മൾ നേരത്തെ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു about the art of writing of Egyptians, that is hieroglyphics, which means sacred writing. Sacred writing എന്ന അർത്ഥം വരുന്ന ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈജിപ്ഷ്യൻസിന് ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതേപോലെ തന്നെ ഈ മെസപ്പൊട്ടേമിയൻ പീപ്പിളും എന്ത് ചെയ്തു? they also formed an art of writing that is called ക്യൂണിഫോം. മെസപ്പൊട്ടേമിയൻ ജനങ്ങളുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്യൂണിഫോം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദി മെസപ്പൊട്ടേമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഈസ് കോൾഡ് ക്യൂണിഫോം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അബൌട്ട് ദിസ് ക്യൂണിഫോം, അബൌട്ട് ദി ആർട്ട് ഓഫ് റൈറ്റിംഗ് ക്യൂണിഫോം. മെസപ്പൊട്ടേമിയൻ ജനങ്ങളുടെ എഴുത്തുവിദ്യ ക്യൂണിഫോം എന്നറിയപ്പെടുന്നു. ആ ക്യൂണിഫോമുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ ഇവിടെ പറയാണ്, ശ്രദ്ധിക്കുക. കുറച്ച് ഫാക്ട്സ് ഇവിടെ പറയാണ്, ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ്? ദി സ്ക്രിപ്റ്റ് വാസ് വെഡ്ജ് ഷേപ്ഡ്. ഈ ഒരു ക്യൂണിഫോം എന്ന് പറയുന്ന ആ ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ടല്ലോ, അതിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള അക്ഷരങ്ങൾ, ദി സ്ക്രിപ്റ്റ് വാസ് വെഡ്ജ് ഷേപ്ഡ്. എന്തിന്റെ ആകൃതിയാണ് ഉണ്ടായിരുന്നത്? അക്ഷരങ്ങൾക്ക്, പിന്നെ ലിപികൾക്ക് ആപ്പിന്റെ ആകൃതി എന്ന് പറയാം. ദി സ്ക്രിപ്റ്റ് വാസ് വെഡ്ജ് ഷേപ്ഡ്. ആപ്പിന്റെ ആകൃതി. എന്താ ഈ ആപ്പിന്റെ ആകൃതി എന്ന് പറയുമ്പോൾ? അതായത് ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. ടെക്സ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എങ്കിലും ഞാനൊന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതായത് ഒരറ്റം കൂർത്ത രൂപത്തിലുള്ള ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് ആയിരുന്നു അവർ ഫോം ചെയ്തത്. അതായത് ഏകദേശം വരച്ച് കാണിക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ, ഒരറ്റം ഭയങ്കര ഷാർപ്പാണ്, കൂർപ്പാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് റൈറ്റിംഗ് ആണെങ്കിലും ഒരറ്റം എന്തായിരിക്കും? എപ്പോഴും ഒരു ഷാർപ്പായിട്ട് കുറച്ച് കൂർത്തിട്ടുള്ള, നമ്മൾ പിന്നെ പൂള് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഈ ചില നമ്മുടെ ആയുധങ്ങളൊക്കെ, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കുടുവാളോ കൈക്കോട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അതിന്റെ പിടി ലൂസാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചീൾ അല്ലെങ്കിൽ പൂളൊക്കെ വെച്ച് നമ്മൾ അടിച്ച് ടൈറ്റ് ആക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. അങ്ങനത്തെ ഒരു ആപ്പിന്റെ ആകൃതിയിലുള്ള, ഓക്കെ, എല്ലാ ലെറ്റേഴ്സും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം അറ്റം കൂർത്തതൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. അപ്പൊ ആ രൂപത്തിലുള്ള വേർഡ് ഷേപ്ഡ് അല്ലെങ്കിൽ ആപ്പിന്റെ ആകൃതിയുള്ള സ്ക്രിപ്റ്റ് ആണ്, ലിപിയാണ്, അക്ഷരങ്ങളാണ് അവർ ഉപയോഗിച്ചത്. ദി സ്ക്രിപ്റ്റ് വാസ് വെഡ്ജ് ഷേപ്ഡ് ആൻഡ് ദേ വർ റിട്ടൺ ഓൺ ദി, എവിടെയൊക്കെ അവർ എഴുതിയത്? ദേ വർ റിട്ടൺ ഓൺ
written on the smooth surface of wet clay tablets. എവിടെ എഴുതിയത്? written on the smooth surface of wet clay tablets. അതായത് ക്ലേ ടാബ്ലറ്റ്സ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ക്ലേ ടാബ്ലറ്റ്, അതായത് ഈ കളിമണ്ണ് പരത്തിയെടുത്ത് ഒരു കയ്യിൽ പിടിക്കാൻ പാകത്തിനുള്ള, ഒരു ടാബിന്റെ ഒക്കെ രൂപത്തിൽ ഒരു കയ്യിൽ പിടിക്കാൻ പാകത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി, ഫലകങ്ങളാക്കി കളിമണ്ണ് എന്ത് ചെയ്യുക? ഉണക്കിയെടുക്കുക. അതിൻ്റെ നനഞ്ഞ പ്രതലത്തിലാണ് എഴുതുക. ഉണങ്ങിയ ശേഷമല്ല, ആ ഒരു നനവുള്ള പ്രതലത്തിലാണ്, മിനുസുള്ള നനവുള്ള ആ ഒരു പ്രതലത്തിലാണ് എഴുതുക. അങ്ങനെ എഴുതി കഴിഞ്ഞ് അത് ഉണക്കിയാൽ പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മായ്ക്കാൻ പറ്റൂല. അതവിടെ പെർമനന്റ് ആയിട്ട് അവിടെ കിടക്കും. അതിനാണ് നനഞ്ഞ പ്രതലത്തിൽ എഴുതുന്നത്. ഓക്കെ, സോ ദി സ്ക്രിപ്റ്റ് വാസ് വേർജ് ഷേപ്ഡ് ആൻഡ് ദേ വർ റിട്ടൺ ഓൺ ദി, എവിടെ എഴുതിയത്? റിട്ടൺ ഓൺ ദി സ്മൂത്ത് സർഫസ് ഓഫ് വെറ്റ് ക്ലേ ടാബ്ലറ്റ്സ്. ഓക്കെ, നല്ല കളിമണ്ണൊക്കെ കുഴച്ചുണ്ടാക്കിയിട്ടുള്ള ചെറിയ ടാബ്ലറ്റ്സിന്റെ, ചെറിയ ഫലകങ്ങളുടെ മിനുസുള്ള പ്രതലത്തിലാണ് അവരെഴുതിയത്. ഓക്കെ, മിനുസുള്ള പ്രതലത്തിലാണ്, നനവോട് കൂടിയിട്ടാണ് എഴുതിയത്, ഉണങ്ങിയ ശേഷമല്ല. എ ഷാർപ്പ് സ്റ്റൈലസ് വാസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. എഴുതാൻ വേണ്ടി അവർ എന്താ ഉപയോഗിച്ചത്? ഷാർപ്പ് സ്റ്റൈലസ് വാസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. അതായത് നല്ല മൂർച്ചയുള്ള, കൂർത്ത മുനയുള്ള ഒരു എഴുത്താണി, ഒരു ആണി, അതാണ് സ്റ്റൈലസ്. ഷാർപ്പ് സ്റ്റൈലസ്, നല്ല കൂർത്ത മുനയുള്ള ഒരു ആണി കൊണ്ടാണ് അവർ എഴുതിയത്. ആൻഡ് ദി ടാബ്ലറ്റ്സ് വർ then baked in the sun. അങ്ങനെ എഴുതി കഴിഞ്ഞ ശേഷം അവർ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞല്ലോ, വെറ്റ് ക്ലേ ടാബ്ലറ്റ്സ് ആണ്, നനഞ്ഞ ടാബ്ലറ്റിലാണ് എഴുതുന്നത്. ആൻഡ് ദി ടാബ്ലറ്റ്സ് വർ then baked in the sun. എഴുതി കഴിഞ്ഞ ശേഷം അത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നു. എ ഹ്യൂജ് കളക്ഷൻ ഓഫ് ദീസ് ടാബ്ലറ്റ്സ് ഹാസ് ബീൻ ഫൗണ്ട് ഹിയർ. ഇങ്ങനെയുള്ള ഒരുപാട് ടാബ്ലറ്റ്സ് ഇവിടെ നടന്ന എക്സ്കവേഷൻസ് നിന്ന് കിട്ടിയിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം വർ റിലേറ്റഡ് ടു ട്രേഡ്. ഇങ്ങനെയുള്ള ടാബ്ലറ്റ്സ് അവർ കൂടുതലും ഉപയോഗിച്ചത് എന്ത് പർപ്പസിന് വേണ്ടിയാണ്? ഫോർ ദി പർപ്പസ് ഓഫ് ട്രേഡ്, കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. They achieved a remarkable progress in the field of mathematics and astronomy. അപ്പോൾ ആർട്ട് ഓഫ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ക്യൂണിഫോം എന്നറിയപ്പെടുന്നു. അവരുടെ സ്ക്രിപ്റ്റ് വേർജ് ഷേപ്ഡ് ആണ്. ആൻഡ് ദേ റിട്ടൺ ഓൺ സ്മൂത്ത് സർഫസ് ഓഫ് വെറ്റ് ക്ലേ ടാബ്ലറ്റ്സ് ആൻഡ് ദേ യൂസ്ഡ് ഷാർപ്പ് സ്റ്റൈലസ് ഫോർ റൈറ്റിംഗ്. But last പറയുന്നു, the tablets were then baked in the sun and most of them were related to trade. അതായത് കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയുള്ള ടാബ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത്, ഇങ്ങനെയുള്ള റൈറ്റിംഗ് അവർ യൂസ് ചെയ്തെന്നൊക്കെ പറയുന്നു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് അവരുടെ അഡ്വാൻസ്മെന്റ്സ് എന്തൊക്കെയാണ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ദേ അച്ചീവ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദി ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി. ഏതൊക്കെ മേഖലയിലാണ്? ആസ്ട്രോണമിയിലും മാത്തമാറ്റിക്സിലും. മാത്തമാറ്റിക്സ് നമുക്കറിയാം എന്താ? ഗണിതശാസ്ത്രം അല്ലെ. ആസ്ട്രോണമി എന്ന് പറയുമ്പോൾ ഏതാണ്? ജ്യോതിശാസ്ത്രം എന്ന് പറയാം. ആകാശഗോളങ്ങളെ പറ്റിയൊക്കെയുള്ള, നക്ഷത്രങ്ങളെ പറ്റിയൊക്കെയുള്ള അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ മാത്തമാറ്റിക്സിലും ആസ്ട്രോണമിയിലും ഒരുപാട് പ്രോഗ്രസ് അവർ കൈവരിച്ചിരുന്നു. ദേ ഫോർമുലേറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദി മൂവ്മെന്റ്സ് ഓഫ് ദി മൂൺ. ചന്ദ്രന്റെ മൂവ്മെന്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കലണ്ടർ അവർ തയ്യാറാക്കിയിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഒരു സോളാർ കലണ്ടർ ആര് തയ്യാറാക്കി? ഈജിപ്ഷ്യൻസ് ഫോർമുലേറ്റഡ് എ സോളാർ കലണ്ടർ. ലൈക്ക് ദാറ്റ് മെസോപ്പൊട്ടേമിയൻ ജനങ്ങൾ, Mesopotamian people also formulated a calendar based on the movements of the moon. ചന്ദ്രനെ അടിസ്ഥാനമാക്കി ഒരു കലണ്ടർ അവർ തയ്യാറാക്കി. And they divided a year into 12 months. 12 മാസങ്ങളായി ഒരു കൊല്ലത്തെ ഡിവൈഡ് ചെയ്തു. ആൻഡ് എ മന്ത് ഇൻടു 4 weeks. ഒരു മാസത്തെ 4 ആഴ്ചകളായും. ആൻഡ് എ ഡേ ഇൻടു 24 hours. ഒരു ദിവസത്തെ 24 മണിക്കൂറായും ഒക്കെ അക്കാലത്തെ അവരെന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ആൻഡ് ദേ ന്യൂ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട്. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നു. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സ്ക്വയർ റൂട്ട് കാണാനൊക്കെ അവർക്ക് അറിയാമായിരുന്നു. ദി കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ്, നെയിംലി സിഗുറാത്ത്, is the evidence of the amazing architectural skills of ancient Mesopotamians. ഈ മെസപ്പൊട്ടേമിയൻ ജനങ്ങളുടെ ആർക്കിടെക്ചറൽ സ്കില്ലിനുള്ള, അവരുടെ ആർക്കിടെക്ചറൽ സ്കില്ലിനുള്ള ഒരു നല്ല ഉദാഹരണം ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ് ഉദാഹരണം? ദി കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ്, നെയിംലി സിഗുറാത്ത്. സിഗുറാത്ത് ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ സിഗുറാത്ത് എന്ന പേരിലുള്ള ക്ഷേത്രങ്ങൾ അവർ അക്കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അവരുടെ ആർക്കിടെക്ചറൽ സ്കില്ലിനുള്ള നല്ല ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ സിഗുറാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യുക? മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷനുമായിട്ട് കണക്ട് ചെയ്യുക.
Ziggurat എന്ന് പറയുമ്പോൾ എന്താണ്? ടെമ്പിൾസ് ആണ്. The construction of temples, namely ziggurat, is the evidence of amazing architectural skills of ancient Mesopotamians. And they were constructed in cities. ഈ ziggurat എന്നറിയപ്പെടുന്ന ടെമ്പിൾസ് അവർ എവിടെ ഉണ്ടാക്കിയത്? സിറ്റീസിലാണ് ഉണ്ടാക്കിയത്. And they were built on artificial hill logs using bricks. ഈ ക്ഷേത്രങ്ങൾ അവർ എങ്ങനെയാണ് നിർമ്മിച്ചത്? They were built on artificial hill logs using bricks. അതായത് മൺകൂനകളൊക്കെ ഉണ്ടാക്കിയിട്ട്, മണ്ണ് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കല്ലൊക്കെ വെച്ച് അങ്ങനെ ഒരു ഉയർന്ന പ്രദേശം ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ കുന്ന് എന്നൊക്കെ പറയും അല്ലേ, നമ്മൾ കൃത്രിമമായിട്ട് ഒരു വലിയ കുന്നും പ്രദേശം ഉണ്ടാക്കി അതിൻ്റെ മുകളിലാണ് ഇങ്ങനെയുള്ള സിഗുറാത്തുകൾ അവർ കൺസ്ട്രക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്? മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു ഇന്നത്തെ ഇറാഖിന്റെ സ്ഥലത്താണ് അത് വരുന്നത്. അതേപോലെ മെസോപ്പൊട്ടേമിയ ഈസ് എ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ദി വേർഡ് മെസോപ്പൊട്ടേമിയ മീൻസ് ദി ലാൻഡ് ബിറ്റ്വീൻ ടു റിവേഴ്സ്. അതേപോലെ ഇവിടെ പറയുന്നു 4 ഡിഫറെന്റ് സിവിലൈസേഷൻസ് എമേർജ്ഡ് ആൻഡ് ഡിക്ലൈൻഡ് ഇൻ മെസോപ്പൊട്ടേമിയ, നെയിംലി സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, ഖാൽഡിയൻ. അതേപോലെ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ട്രേഡിന് കാരണമായി, ട്രേഡ് ഗ്രോത്ത് ഓഫ് സിറ്റീസിന് കാരണമായി. അവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റീസ് ഉറൂഖ്, ലഖാഷ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ അവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് ക്യൂണിഫോം എന്നറിയപ്പെടുന്നു. ആ ക്യൂണിഫോമിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. അതേപോലെ മാത്തമാറ്റിക്സിലും അസ്ട്രോണമിയിലും അവർ ഒരുപാട് അച്ചീവ്മെന്റ്സ് കൈവരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും സ്ക്വയർ റൂട്ടും ഇതൊക്കെ കാണുന്നവർക്കറിയാം. അതേപോലെ തന്നെ കലണ്ടർ ബേസ്ഡ് ഓൺ മൂവ്മെന്റ് ഓഫ് മൂൺ, അതൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ ഫൈനലി അബൌട്ട് സിഗുറാത്ത് അല്ലേ, ആ കാര്യങ്ങൾ നോക്കി. ഇനി അവസാനമായിട്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ സിവിലൈസേഷൻ ആണ് ചൈനീസ് സിവിലൈസേഷൻ, ചൈനീസ് സംസ്കാരം. വളരെ കുറഞ്ഞ കാര്യം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇപ്പൊ പെട്ടെന്ന് നോക്കാം. ചൈനീസ് സ്ക്രിപ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രങ്ങൾ പോലെയാണ്, ഓരോ അക്ഷരവും ഓരോ ചിത്രങ്ങൾ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ പിക്ടോഗ്രഫിക് ആണ് അവരുടെ സ്ക്രിപ്റ്റ്. ശ്രദ്ധിക്കുക. ദി ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദി വാലി ഓഫ് റിവർ ഹുവാങ് ഹോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച എല്ലാ സിവിലൈസേഷനും ഏതെങ്കിലും റിവർ വാലിയിൽ, റിവർ ബേസിൻസിൽ എമേർജ് ചെയ്ത, ഫ്ലറിഷ് ചെയ്ത സിവിലൈസേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു. അപ്പൊ അതേപോലെ ഈ ചൈനീസ് സിവിലൈസേഷൻ ഏത് റിവറിന്റെ തീരത്താണ്? ഹുവാങ് ഹോ റിവറിന്റെ തീരത്താണ്. ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദി വാലി ഓഫ് ദി റിവർ ഹുവാങ് ഹോ. അഗ്രികൾച്ചർ വാസ് ദി ബേസ് ഓഫ് ദി സിവിലൈസേഷൻ. ഈ സിവിലൈസേഷനിലെ ജനങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി, അല്ലെങ്കിൽ ഈ ഒരു സിവിലൈസേഷന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആണ്. മാത്രമല്ല, ദേ ഓൾസോ സ്കിൽഫുൾ ഇൻ വേവിംഗ്, മേക്കിംഗ് പോട്ടറി ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ. അഗ്രികൾച്ചർ മാത്രമല്ല, വേവിംഗ്, നെയ്ത്തുണ്ട്, മേക്കിംഗ് പോട്ടറി, മൺപാത്ര നിർമ്മാണമുണ്ട്, പാത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ സിൽക്ക് പ്രൊഡക്ഷൻ. എന്താ സിൽക്ക് പ്രൊഡക്ഷൻ? അന്നും ഇന്നും ഒക്കെ ചൈനീസ് സിൽക്കിന് ഒരു പ്രത്യേക ഡിമാൻഡ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള സിൽക്ക് നിർമ്മാണവും പട്ട് നിർമ്മാണം അല്ലെ, ഇതൊക്കെ അക്കാലത്തെ അവരുടെ പ്രധാനപ്പെട്ട ജോലികളായിരുന്നു. പട്ടുവസ്ത്രങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ജോലി. സിൽക്ക് പ്രൊഡക്ഷൻ, പോട്ടറി മേക്കിംഗ്, വേവിംഗ്, അഗ്രികൾച്ചർ എക്സെട്ര. ദി ആർട്ട് ഓഫ് റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ആൻഷ്യന്റ് ചൈന ആസ് വെൽ. പ്രാചീന ചൈനയിലും എന്തുണ്ടായിരുന്നു? മെസോപ്പൊട്ടേമിയ, ഈജിപ്ത്, അതേപോലെ തന്നെ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെ. അപ്പൊ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് എവിടെയുണ്ട്? ഈ ചൈനീസ് സിവിലൈസേഷനിൽ ഉണ്ടായിട്ടുണ്ട്. സോ ദി ആർട്ട് ഓഫ് റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ആൻഷ്യന്റ് ചൈന ആസ് വെൽ. ദി സ്ക്രിപ്റ്റ് വാസ് പിക്ടോഗ്രഫിക്. ചൈനയിലെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, അവരുടെ ലിപി എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്? പിക്ടോഗ്രഫിക് ആണ്, അഥവാ ചിത്രലിപിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ചിത്രങ്ങൾ, അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളാണ് അവരുടെ എഴുത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ പറയുന്നു ദി സ്ക്രിപ്റ്റ് വാസ് പിക്ടോഗ്രഫിക്, നോട്ട് ആൽഫബറ്റിക്. ഓക്കെ, അക്ഷരങ്ങൾക്ക് പകരം ചിത്ര രൂപത്തിലുള്ള ലിപിയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ലേറ്റർ ഇറ്റ് ഡെവലപ്ഡ് ഇൻ ടു ആൻ ഐഡിയോഗ്രാഫിക് സ്ക്രിപ്റ്റ്. പിന്നീട് എന്തായി മാറി? ഈ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ നിലവിൽ വരാൻ തുടങ്ങി. ഓക്കെ, ചിത്രങ്ങൾക്ക് പകരം പിന്നീട് ഐഡിയോഗ്രഫിക് ആയി, പിക്ടോഗ്രഫിക് എന്നതിന് പകരം ഐഡിയോഗ്രഫിക് ആയി മാറി, അഥവാ ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ നിലവിൽ വരാൻ തുടങ്ങി. ലൈക്ക് ആൻഷ്യന്റ് മെസോപ്പൊട്ടേമിയൻസ് ആൻഡ് ഈജിപ്ഷ്യൻസ്, ആൻഷ്യന്റ് ചൈനീസ് ടു ഫോർമുലേറ്റഡ് എ കലണ്ടർ in which a year consisted of 365.5 days. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈജിപ്ഷ്യൻസും മെസോപ്പൊട്ടേമിയൻസും ഒക്കെ ഫോർമുലേറ്റ് ചെയ്തതുപോലെ
ചൈനയിലെ ജനങ്ങൾ എന്ത് ചെയ്തു? Chinese also formulated a calendar in which a year consisted of 365.5 days. അവരും ഒരു കലണ്ടർ ഉണ്ടാക്കി. ആ കലണ്ടർ പ്രകാരം എത്ര ദിവസം ഒരു കൊല്ലത്തിൽ വരുന്നത്? 365.5 days, 365 ദിവസമാണ് അവരുടെ കലണ്ടർ പ്രകാരം ഒരു വർഷത്തിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു കേട്ടോ. In this unit, we have discussed a few civilizations that flourished in river valleys. River valleysൽ വളർന്നു വന്ന ചില സിവിലൈസേഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത്. The use of bronze, agricultural progress, development of trade and craftsmanship, the art of writing, progress in the field of science, etc. were the remarkable common features of these civilizations. ഈ പറഞ്ഞ 4 civilizations ഏതൊക്കെ? ഹാരപ്പൻ civilization, Egyptian civilization, Mesopotamian civilization, Chinese civilization. ഈ പറഞ്ഞ 4 സിവിലൈസേഷനിൽ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് യൂസ് ഓഫ് ബ്രോൺസ്, agricultural progress, development of trade and craftsmanship, art of writing, progress in the field of science, etc. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ 4 സിവിലൈസേഷന്റെയും ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹാരപ്പൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദി വാലീസ് ഓഫ് റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ഇൻ ദി പീരിയഡ് ബിറ്റ്വീൻ BCE 2700 and 1700. The use of burned bricks, bronze tools, drainage, streets, granaries, and the Great Bath were the major features of Harappan civilization. The Harappan people cultivated various crops. Agricultural progress led to the development of trade. They excelled in craftsmanship. The Egyptian, Mesopotamian, and Chinese civilizations were contemporary to Indus Valley civilization. These civilizations achieved remarkable progress in the fields of science, mathematics, and architecture. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞത് അല്ലേ. ഒരു ഫ്ലോ ചാർട്ട് ആക്കി വെക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഏതായാലും കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഏതായാലും ഒരു പുതിയ ചാപ്റ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ, ബൈ.